ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു ഫ്രൈഡ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരു മാസം വരെയൊക്കെ കേടുകൂടാതെ ഇരിക്കുന്ന നല്ല ടേസ്റ്റുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് റവ ചേർക്കുന്നുണ്ട്. റവ വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ എടുക്കാം. അപ്പോൾ 2 കപ്പ് റവയിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത്, പഞ്ചസാരയുടെ കൂടെ ഞാനൊരു 4 ഏലക്കയും കൂടെ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഏലക്ക അല്ലാതെ വേണമെങ്കിലും ഏലക്ക തന്നെ ആയിട്ട് വേണമെങ്കിലും പൊടിച്ച് ചേർക്കുക. ഞാനിപ്പോൾ പഞ്ചസാരയുടെ കൂടെ പൊടിച്ച് ചേർത്തതേ ഉള്ളൂ. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടുന്നത് ഒരു 1/4 സ്പൂൺ ഉപ്പും ഒരു 1/4 സ്പൂൺ ബേക്കിംഗ് പൗഡറുമാണ്. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡറുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു റവയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഒന്ന് മിക്സ് ആവണേ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 3 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടയുടെ അളവ് കൂട്ടിയോ കുറച്ചോ വേണമെങ്കിൽ എടുക്കാം. കാരണം ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് വെള്ളമോ ഓയിലോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു മുട്ട മാത്രം വെച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്തിന് എന്താ പറയുന്നത്, ബാറ്റർ കുറച്ച് ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു മുട്ടയും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ കേട്ടോ. ഒരു ലൂസ് പരുവത്തിൽ, അതായത് ഒരുപാട് ലൂസായി പോയത്, ഇതേപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കുക. അതായത് നമുക്ക് ഇതേപോലെ എടുത്ത് എണ്ണയിലോട്ട് ഇട്ടിട്ട് വറുത്തെടുക്കണം. ആ ഒരു പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പം എണ്ണ ഒരു മീഡിയം പരുവത്തിന് ചൂടായിട്ടുണ്ട്. ഒരുപാട് ചൂടായി പോകരുത്, പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും, പുറം മാത്രം അങ്ങ് കളർ മാറിപ്പോവേ. അപ്പോൾ ഒരു മീഡിയം പരുവത്തിന് എണ്ണ ചൂടായതിലേക്ക് ഇതേപോലെ കൈകൊണ്ട് തന്നെ ഇതേപോലെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് എണ്ണയിൽ ഇട്ട് ഒന്ന് ചൂടായി വരുമ്പം കുറച്ചുകൂടെ ഒന്ന് വീർത്ത് വരും. അപ്പോൾ അതനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരുപാട് അങ്ങ് ഇട്ട് കൊടുക്കരുത്. ഞാനിപ്പോൾ ഇട്ടത് ഒന്ന് രണ്ടെണ്ണം ഒന്ന് കൂടിപ്പോയി കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അത് മുങ്ങിക്കിടക്കുന്ന എണ്ണയുണ്ടായിരുന്നേ. അപ്പം 2 സൈഡും ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള, പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ള, എന്നാൽ അകം നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണ് കേട്ടോ. വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെയോ കുട്ടികൾക്ക് സ്നാക്സായിട്ടോ ഒക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് തന്നെയാണ് കേട്ടോ. ഇത് ചൂടോടെ കഴിക്കുമ്പം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരത്തില്ല. ഇതൊന്ന് തണുത്ത് ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെ എടുക്കാമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ, നമ്മുടെ വെട്ട് കേക്കില്ലേ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന, അതിൻ്റെ ഒരു ടേസ്റ്റ്, ഏകദേശം അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരും കേട്ടോ. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട് കൂടുതൽ സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് ഒരു 10-15 മിനിറ്റ് കൊണ്ടൊക്കെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.